ഹായ് മക്കളെ, ഇപ്പോൾ 2 ദിവസം കഴിഞ്ഞാൽ നമ്മൾ ഇത്രയും കാലം കാത്തുനിന്ന റീനീറ്റ് എക്സാം ആണ്. നിങ്ങളൊക്കെ സൂപ്പറായിട്ട് പഠിച്ചിട്ടുണ്ട്. മറ്റന്നാൾ നടക്കാൻ പോകുന്ന എക്സാമിന് വേണ്ടിയിട്ട് വെൽ പ്രിപ്പയർഡ് ആണെന്ന് എനിക്കറിയാം. ഓൾറെഡി നമ്മൾ നീറ്റ് എക്സാമിന് വേണ്ടിയിട്ട് അത്രയും പ്രിപ്പയർ ചെയ്തു, ഒരു എക്സാം അത്രയും സീരിയസ് ആയിട്ട് എഴുതി, ആൻഡ് വേറെ കുറച്ച് കാരണങ്ങളാൽ അത് ക്യാൻസൽ ചെയ്യേണ്ടി വന്നു. പക്ഷേ വീണ്ടും റീനീറ്റ് പ്രഖ്യാപിച്ച സമയത്ത് നമുക്കൊരു 1 മന്ത് 1.5 മന്ത് വീണ്ടും പ്രിപ്പയർ ചെയ്യാനുള്ള ഒരു ടൈം ബോണസ് ആയിട്ട് കിട്ടി. ആൻഡ് ആ ടൈം നിങ്ങൾ അത്രയും വൃത്തിക്ക് യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ടെന്നാണ് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത്. സോ മറ്റന്നാള് നമ്മൾ ഇത്രയും കാലം കാത്തുനിന്ന പ്രിപ്പയർ ചെയ്തുകൊണ്ടിരുന്ന ആ ഒരു എക്സാം വരാൻ പോവാണ്. അപ്പൊ നാളെയും മറ്റന്നാളും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ആയിട്ട് വന്നിട്ടുള്ളത്. സോ നമ്മുടെ ഒരു 1 ഇയർ, ചിലരുടെ കേസിൽ ഒരു 2 ഇയേഴ്സ് ഒക്കെ നീണ്ടു നിന്ന നീറ്റ് പ്രിപ്പറേഷൻ ജേർണിയുടെ ഒരു ലാസ്റ്റ് ഡേ ആണ് നാളെ വരാൻ പോകുന്നത്. അപ്പോൾ നീറ്റ് എക്സാമിന്റെ തലേ ദിവസം എന്ന് പറയുന്നത് വളരെയധികം ക്രൂഷ്യൽ ആയിട്ടുള്ള ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ദിവസം തന്നെയാണ്. അപ്പം അന്ന് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾ മെന്റലി വളരെ പീസ്ഫുൾ ആയിട്ട് അല്ലെങ്കിൽ റിലാക്സ്ഡ് ആയിട്ടിരിക്കണം. കാരണം നമ്മൾ ഇത്രയും കാലം പഠിച്ചുകൊണ്ടിരുന്ന ഒരു കാര്യം നമുക്ക് മറ്റന്നാളത്തെ എക്സാമിന് വളരെ ജെന്റിലായിട്ട് നമുക്കതൊക്കെ റീകോൾ ചെയ്തെടുക്കാൻ പറ്റണം. അപ്പൊ നാളത്തെ ദിവസം വളരെ സ്ട്രെസ് ഫ്രീ ആയിട്ട് വളരെ റിലാക്സ്ഡ് ആയിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കണം. അപ്പൊ നമ്മള് ഭയങ്കര സ്ട്രെസ്ഡ് ആയിട്ടുള്ള രീതിയിലുള്ള ഒരു പഠനവും നാളെ വേണ്ട. വളരെ ജെന്റിൽ ആയിട്ടുള്ള രീതിയിലുള്ള റിവിഷനും കാര്യങ്ങളും മാത്രം മതി. എനിക്ക് തോന്നുന്നു നാളെ നിങ്ങൾ എക്സാം പോലും, ലൈക്ക് ഒരു മോഡൽ എക്സാം പോലും എഴുതാൻ പോവണ്ട. കാരണം ഇൻ കേസ് ആ മോഡൽ എക്സാമിന് എന്തെങ്കിലും മാർക്ക് കുറഞ്ഞു പോയി നമുക്ക് സ്ട്രെസ് ഒന്നും ആവാൻ നമുക്ക് പറ്റില്ല നാളത്തെ ദിവസം. അപ്പൊ വളരെ ജെന്റിൽ ആയിട്ടുള്ള റിവിഷൻ ഫോക്കസ് ചെയ്യുക. ഞാൻ പറയാം, മെയിൻ ആയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ബയോളജി, അതുപോലെ തന്നെ ഫിസിക്സിലുള്ള ഇക്വേഷൻസ് ഒക്കെ നിങ്ങൾ ഇക്വേഷൻ ബുക്കിൽ എഴുതിയിട്ടുണ്ടെന്ന് അറിയാം. ആ ഇക്വേഷൻസ് ഒക്കെ ഒന്ന് ജെന്റിലായിട്ട് വായിച്ചു പോകുക. പിന്നെ പറ്റുമെങ്കിൽ നിങ്ങൾ ഓർഗാനിക് കെമിസ്ട്രിയിലൊക്കെ എഴുതിയിട്ടുള്ള നെയിംഡ് റിയാക്ഷൻസിന്റെ ഷോർട്ട് നോട്ട്സ് ഒക്കെ ഒന്ന് വായിച്ചു നോക്കുക. ഇങ്ങനെ വളരെ ജെന്റിൽ ആയിട്ടുള്ള രീതിയിലുള്ള ഒരു റിവിഷൻ മാത്രം നിങ്ങൾ നാളെ ചെയ്യാം. ആൻഡ് തലേ ദിവസം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം, നമുക്ക് മറ്റന്നാള് റീനീറ്റ് എക്സാമിന് വേണ്ടിയിട്ട് കൊണ്ടുപോകേണ്ട എല്ലാ ഡോക്യുമെന്റ്സും, നിങ്ങളുടെ ഹോൾ ടിക്കറ്റ്, എല്ലാ കാര്യങ്ങളും നിങ്ങൾ നാളെ തന്നെ എടുത്തു വെക്കണം. ഒരു കാര്യം പോലും നമുക്ക് മിസ്സായി പോകാൻ പാടില്ല. ഇനി നാളെ നിങ്ങൾ കഴിക്കാൻ പോകുന്ന ഫുഡ് പോലും നിങ്ങൾ ശ്രദ്ധിക്കണം. വളരെ ലൈറ്റ് ആയിട്ടുള്ള ഫുഡ് കഴിക്കാൻ നോക്കുക. പിന്നെ നാളത്തെ ഉറക്കം, അതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. മിനിമം ഒരു 8 hours നിങ്ങൾ ഉറങ്ങാൻ നോക്കുക. ഒരു 7 to 8 hours എന്തായാലും ഉറങ്ങണം. അതിൽ കുറവ് നിങ്ങൾ ഒരിക്കലും ഉറങ്ങാൻ പാടില്ല. ഉറങ്ങുന്നുണ്ടെങ്കിൽ ഒരു 7 to 8 hours എന്തായാലും ഉറങ്ങാം. അത് നിങ്ങളുടെ ബ്രെയിനിനെ നല്ലോണം റിലാക്സ് ചെയ്ത് നിങ്ങൾക്ക് മറ്റന്നാളത്തെ എക്സാം സൂപ്പർ ആയിട്ട് എഴുതാൻ പറ്റും. ആൻഡ് നീറ്റ് എക്സാമിന്റെ അന്ന് കാര്യമായിട്ട് റിവൈസ് ചെയ്യാൻ പോണമെന്നില്ല. ഇഫ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ജെന്റിൽ റിവിഷൻ ഓൺലി നിങ്ങൾക്ക് കണ്ടിന്യൂ ചെയ്യാം. ഇല്ലെങ്കിൽ റിവൈസ് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല. എക്സാം ഹോളിൽ നേരത്തെ തന്നെ എത്താൻ നോക്കുക. നിങ്ങളുടെ റിപ്പോർട്ടിംഗ് ടൈമിന്റെ മുന്നേ തന്നെ എത്താൻ നോക്കുക. എല്ലാ കാര്യങ്ങളും നിങ്ങൾ എടുത്തിട്ടുണ്ടെന്ന് ഉറപ്പ് വരുത്തുക. എല്ലാ ഓർണമെന്റ്സും മെറ്റൽ കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ഡ്രസ്സിനൊക്കെ മാറ്റിയിട്ട് ഒരു പ്രശ്നം ഉണ്ടാവാത്ത രീതിയിലായിരിക്കണം നിങ്ങൾ എക്സാം ഹോളിൽ അപ്പിയർ ചെയ്യേണ്ടത്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ തന്നെ നിങ്ങൾക്ക് മറ്റന്നാൾ നടക്കാൻ പോകുന്ന റീനീറ്റ് എക്സാം ബ്യൂട്ടിഫുൾ ആയിട്ട് എഴുതാൻ പറ്റും. അപ്പോൾ എപ്പോഴും ലൈക്ക് വളരെ പോസിറ്റീവായിട്ട് ചിന്തിക്കാൻ നോക്കുക. ഒരു പക്ഷേ നീറ്റ് എക്സാമിന് ഓൾറെഡി നിങ്ങൾക്ക് നല്ല മാർക്ക് ഉണ്ടാവും. ഇനി എന്താ എന്റെ മാർക്ക് കുറഞ്ഞു പോകുമോ, എന്താവും, അങ്ങനെ ഒന്നും ആലോചിക്കാൻ പോകണ്ട. പോസിറ്റീവായിട്ട് ചിന്തിക്കുക. എപ്പോഴൊക്കെ നെഗറ്റീവ് തോട്ട് മനസ്സിലേക്ക് വരുമ്പോഴും ഇല്ല, ഞാൻ സൂപ്പറായിട്ട് എഴുതും, എന്നെ കൊണ്ട് അതിനേക്കാളും കൂടുതൽ മാർക്കിലേക്ക് എത്താൻ പറ്റും, അങ്ങനെ നിങ്ങളുടെ മനസ്സിന്റെ അടുത്ത് പറഞ്ഞുകൊണ്ടിരിക്കുക. ഐ ആർ ഗോയിങ് ടു ക്രാക്ക് ദിസ് എക്സാം. ഓൾ ദി ബെസ്റ്റ് മക്കളെ.